G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിലെത്തി. കാൽഗറി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം നൽകി. ഊർജ്ജം, സുരക്ഷ, AI തുടങ്ങിയ വിഷയങ്ങളിൽ ഭാരതം ശ്രദ്ധ കേന്ദ്രീകരിക്കും. അതേസമയം ഇറാൻ ഇസ്രയേൽ സംഘർഷവും G7 ഉച്ചകോടിയിൽ ചർച്ചയാകും. തുടർച്ചയായി 6ാം തവണയാണ് ഭാരതം G7 ഉച്ചകോടിയിൽ അതിഥി രാജ്യമായി എത്തുന്നത്. ഐസൻ ജോസ് ചേരുന്നവരുമായി. ഐസൻ, ഏറ്റവും ഊഷ്മളമായ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. ഭാരതം പ്രധാനമായും ഈ ഉച്ചകോടിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണൊപ്പം ഈ ഇറാൻ ഇസ്രയേൽ സംഘർഷം ചർച്ചയായാൽ ഭാരതം എന്ത് നിലപാട് സ്വീകരിക്കും? തീർച്ചയായും വീണ, ഏറ്റവും നിർണായകമായ ഒരു G7 സമ്മേളനമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, G7 സമ്മേളനത്തിൽ ഇപ്പോൾ നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ 2019 മുതൽ ഇന്ത്യ പ്രത്യേക ക്ഷണിതാവാണ്. ഇക്കഴിഞ്ഞ ദിവസം ഈ G7 സമ്മേളനത്തിലേക്ക് അതായത് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചപ്പോൾ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി തന്നെ വ്യക്തമാക്കിയത്, അതിവേഗം വളരുന്ന മികച്ച സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യം G7 രാജ്യങ്ങളുടെ സമ്മേളനങ്ങളിൽ ഒരു സീറ്റ് അർഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു അംഗീകാരം അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ G7 രാജ്യങ്ങളുടെ ഭാഗമാണ് ഇന്ത്യ എന്ന നിലപാട് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം G7 രാഷ്ട്രങ്ങളും ഭാരതവുമായുള്ള ബന്ധത്തെ പരിശോധിക്കേണ്ടത് എന്നാണ് നിരീക്ഷകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുപോലെ തന്നെ ഡിജിറ്റൽ വിപ്ലവവും എല്ലാം തന്നെ ഭാരതത്തിന്റെ അജണ്ടകളാണ്, അന്താരാഷ്ട്ര അജണ്ടകളുടെ ഭാഗമാണ്. ഭീകരവിരുദ്ധ നിലപാടുകളും സ്വാഭാവികമായും ഭാരതത്തിന്റെ അജണ്ടയാണ്. അക്കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായ ചർച്ചാ വിഷയമാക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും പഹൽഗാം ആക്രമണവും അതിനെ തുടർന്നുണ്ടായ ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഈ അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ വിശദീകരിക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ ഒരു നയതന്ത്ര അന്താരാഷ്ട്ര പ്രാധാന്യം വിലയിരുത്തുന്ന രീതിയിലുള്ള നിലപാടുകളും ഭാരതം സ്വീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും സുപ്രധാനമായ വിഷയം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷം തന്നെയാണ്. ഇസ്രായേൽ ഇറാൻ സംഘർഷം ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയമായി അജണ്ടയിൽ തന്നെയുണ്ട് G7 രാജ്യങ്ങളുടേത്. സ്വാഭാവികമായും ആ G7 രാജ്യങ്ങളുടെ അജണ്ടയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിലേക്ക് മാറ്റണമെന്നൊരു നിലപാട് നേരത്തെ തന്നെ, അതായത് ഈ കഴിഞ്ഞ ദിവസം ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാലഘട്ടത്തിൽ വളരെ കൃത്യമായി ഭാരതത്തിലെ വിദേശകാര്യമന്ത്രിയും അതുപോലെ അനുബന്ധ സംവിധാനങ്ങളുടെ ഭാഗത്തുനിന്നുമെല്ലാം തന്നെ കൃത്യമായ ആവശ്യമുയരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഈ ആവശ്യം കൂടി കൃത്യമായി പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പോലുള്ള സംവിധാനങ്ങളെ ശാക്തീകരിച്ച് ഭീകരതയ്ക്കെതിരായ ധനസഹായവും, ഭീകരതയ്ക്കായി ധനസഹായം നൽകുന്നതും, ഭീകരതയ്ക്ക് വേണ്ടി മയക്കുമരുന്ന് കച്ചവടവും ആയുധക്കടത്തുമെല്ലാം നടത്തുന്ന വിഷയങ്ങളെല്ലാം തന്നെ പരാമർശിക്കപ്പെടുന്ന ഒരു നിലപാട് ഭാരതം സ്വീകരിക്കുമെന്ന് തന്നെയാണ് അറിയാനും സാധിക്കുന്നത്. തീർച്ചയായും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ ഒരു മുഖം തുറന്നു കിട്ടിയിരിക്കുകയാണ് പഹൽഗാം ആക്രമണത്തിന് ശേഷം. അത്തരത്തിൽ തുറന്നു കിട്ടിയിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു മുഖം ലോകത്തിന്റെ ലോക സമൂഹത്തിന്റെ ഒരു പ്രത്യേക ഐഡന്റിറ്റിയുള്ള വിഭാഗത്തിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു സാധ്യത തീർച്ചയായും ഭാരതത്തിനുണ്ട്. അത് മുന്നോട്ട് വയ്ക്കുക തന്നെയാണ് ചെയ്യുക. മറ്റു നിരവധിയായ ഉഭയകക്ഷി ചർച്ചകളും സമാനമായി നടക്കുമെന്ന സൂചനകളുണ്ട്. ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന സൂചനകൾ പുറത്തു വന്നുവെങ്കിൽ കൂടി ട്രംപ് സമ്മേളന പരിപാടികൾ വെട്ടിച്ചുരുക്കി തിരിച്ച് അമേരിക്കയിലേക്ക് പോയൊരു സാഹചര്യമുണ്ട്. ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ ആ ഒരു സാഹചര്യത്തിൽ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയുടെ സാധ്യത ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ ട്രംപുമായി ഏതെങ്കിലും രീതിയിൽ ടെലിഫോണിലോ അല്ലെങ്കിൽ അനുബന്ധമായ സംവിധാനങ്ങളിലോ ചർച്ച നടക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ലെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എങ്കിൽ കൂടി അതിനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നും റിപ്പോർട്ടുകളുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഭാരതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ ഭാരതം മുന്നോട്ട് വയ്ക്കുന്ന ഭീകരവിരുദ്ധ നിലപാടുകളും അതുപോലെ തന്നെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി, ലോക സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായിരിക്കും അതൊരു അന്താരാഷ്ട്രീയ നിലപാടായി സ്വീകരിക്കുക. മറ്റ് സുപ്രധാന വിഷയങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും അതുപോലെ തന്നെ അനുബന്ധ രംഗങ്ങളുടെയും ഒരു മികച്ച കേന്ദ്രമായി മാറാൻ, അല്ലെങ്കിൽ ഒരു ഹബ്ബായി മാറാൻ ഭാരതം ശ്രമിക്കുന്നു എന്നതും, ആ ഭാരതം അതിനുള്ള എന്തൊക്കെ ഒരുക്കങ്ങൾ നടത്തുന്നു നമുക്കറിയാവുന്നതാണ്. 7ഓളം സെമി കണ്ടക്ടർ ഫാക്ടറികൾ ഭാരതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നിരവധിയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട് നിരവധിയായ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വൻതോതിൽ മുന്നേറുന്ന ഒരു നീക്കമാണ് ഭാരതം നടത്തുന്നത്. ആ ഒരു രീതിയിലുള്ള കൃത്യമായ അവതരണങ്ങളും ഡിജിറ്റൽ ട്രാൻസാക്ഷനും അതുപോലെ തന്നെ ഡിജിറ്റൽ ഭരണത്തിന്റെ കാര്യങ്ങൾ, ഡിജിറ്റൽ വൽക്കരണത്തിന്റെ കാര്യങ്ങളും എല്ലാം തന്നെ ഭാരതം പ്രത്യേകം ഊന്നൽ നൽകി പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വാണിജ്യ രംഗത്തും വ്യവസായ രംഗത്തുമുള്ള പരസ്പര സഹകരണവും അതുപോലുള്ള നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ചർച്ചകളും നടക്കുമെന്നാണ് അറിയാനും സാധിക്കുന്നത്. ശരി ഐസൺ.